മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സുദീർഘമായ ഒരു ഹദീസ് മഹാനായ സുഫിയാൻ അൽ-സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അശറത്തു അശ്യാഅ മിനൽ ജഫാ, 10 കാര്യങ്ങൾ അത് ദീനിനോടുള്ള അവഗണനയിൽപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പരിശുദ്ധമായ ദീനിനോടും കാണിക്കുന്ന അവഗണനയുടെ ഭാഗമാണ് ഈ 10 കാര്യങ്ങൾ. ഇത് നാം ഉപേക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്. 10 കാര്യവും കൂടി പറയാൻ ഇവിടെ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും നമുക്ക് തുടങ്ങാം. അതിലെ ഒന്നാമത്തെ കാര്യം, റജുലുൻ അവ ഇംറഅത്തുൻ യദ്ഉ ലിനഫ്സിഹി വലാ യദ്ഉ ലിവാലിദൈഹി വൽ മുഅ്മിനീൻ. ദീനിനോടുള്ള അവഗണന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ കാര്യം, ഒരാൾ തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയോ ദുആ ചെയ്യുന്നില്ല. ഇത് ദീനിനോട്, അള്ളാഹുവിനോട്, റസൂലിനോട് കാണിക്കുന്ന അവഗണനയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ദുആ ചെയ്താൽ പോരാ, നമ്മുടെ മാതാപിതാക്കൾക്ക് കൂടി ഓരോ പ്രാർത്ഥനയിലും നാം പങ്കാളികളാക്കണം. അതോടൊപ്പം മറ്റുള്ള മുഅ്മിനീങ്ങളുടെ കാര്യവും നമ്മുടെ ദുആയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഖതീബ് മിമ്പറിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ പറയുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പരുളണമേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞതിന് ശേഷം ഈമാനിക വൃത്തത്തിൽപ്പെട്ട് ഞങ്ങളുടെ മുൻഗാമികളായി കഴിഞ്ഞു പോയ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ മാപ്പ് ചെയ്യണം, പാപങ്ങൾ പുറത്തു തരണമെന്ന് പ്രിയപ്പെട്ടവരെ ഖതീബ് മിമ്പറിൽ വെച്ച് ദുആ ചെയ്യുന്നു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദുആയുടെ ഭാഗം എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്വന്തമായി ഒരു പ്രൈവറ്റ് റൂമിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് പോലും നമ്മൾ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. ഇഹ്ദിന എന്ന് പറയുന്നത് പ്ലൂരലാണ്, ബഹുവചനമാണ്. പടച്ചവനെ എന്നെ നീ ഹിദായത്തിലാക്കണേ എന്നല്ല പറയുന്നത്. നമ്മൾ സംഘടിതമായി നിസ്കരിക്കുമ്പോൾ ഒക്കെ ആ ദുആക്ക് വലിയ പ്രസക്തിയുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ പ്രൈവറ്റ് റൂമിൽ വെച്ച് രാത്രിയിൽ നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് പോലും ഫാത്തിഹയിൽ നമ്മൾ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങളെ ഋജുവായ മാർഗത്തിൽ നീ നയിക്കണമേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ ആരാധിക്കുകയാണ്, നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ആരാണ് ഞങ്ങൾ? നമ്മൾ മാത്രം ആരാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പറയുന്നത് ഞങ്ങളാണ്. ഞാൻ എന്റെ റൂമിൽ, എന്റെ വീട്ടിൽ, ഈ സംസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഏകനാണെങ്കിലും തനിച്ചാണെങ്കിലും പരസ്യത കോടി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടൊപ്പം ഈ സമയത്ത് ആരാധന സമർപ്പിക്കാൻ എന്നോടുണ്ട്. അതുകൊണ്ട് അതിലൊരു പങ്കാളിയായി എന്റെ ആരാധനയും നീ സ്വീകരിക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ, നാം മൊത്തത്തിൽ മുസ്ലിങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. ഫാത്തിഹ സൂറത്തിന് ഒരുപാട് പേരുകളുണ്ട്. അതിലെ ഒരു പേര് സൂറത്തു തഅലീമിൽ മസ്അല എന്നാണ്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹുവിന്റെ ബൈളാവിയിൽ ഈ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. സൂറത്തുൽ തഅലീമിൽ മസ്അല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് ഒരു അടിമ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന സൂറത്താണ് പ്രിയപ്പെട്ടവരെ
സൂറത്തുൽ ഫാത്തിഹ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഒറ്റക്കായാലും സംഘടിതമായാലും നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരങ്ങളിലും ബഹുവചനം കൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അർഹംനി വർഹം മുഹമ്മദൻ വലാ തർഹം അഹദാ. അല്ലാഹുവേ, എനിക്കും എന്റെ പ്രവാചകൻ മുഹമ്മദ് നബിക്കും നീ കാരുണ്യം ചെയ്യണം, വേറെ ഒരാൾക്കും നീ കാരുണ്യം ചെയ്യേണ്ടതില്ല എന്ന് ഒരാൾ ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ ആ മനുഷ്യൻ വളരെ ഗുരുസാക്കി കളഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽക്ക് ഈ വെള്ളിയാഴ്ച വരെ മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് നമ്മൾ വായുമായി മയ്യത്ത് നിസ്കരിക്കുന്നു. നമ്മളൊരു ഫാത്തിഹ ഓതിയാൽ, സുബ്ഹാനല്ലാഹ്, ഒരു യാസീൻ ഓതിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഖത്മ് തീർത്താൽ, ഏതെങ്കിലും പ്രത്യേകമായ ഒരു വ്യക്തിയെ നിജപ്പെടുത്തി നമ്മൾ ഓതി തുടങ്ങിയതാണെങ്കിൽ പോലും അതിന്റെ അവസാനത്തിൽ നമ്മൾ ദുആ ചെയ്യും, പടച്ചവനെ, എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും ബദരീങ്ങളുടെയും എന്ന് വേണ്ട നബിതങ്ങളുടെ ഉമ്മത്തായി പിറന്ന എല്ലാ മുസ്ലിമീങ്ങളുടെയും അർവാഹുകളിലേക്ക് എന്റെ ഫാത്തിഹയുടെ, എന്റെ യാസീനിന്റെ, എന്റെ ഖത്മിന്റെ, എന്റെ തഹ്ലീലിന്റെ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലത്തെ നീ എത്തിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അതിലെല്ലാവരെയും പങ്കാളിയാക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്താണിത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള ഓരോ മുസൽമാനും അവന്റെ ദുആയിൽ മറ്റുള്ളവർക്ക് കൂടി അവന്റെ ആരാധനയുടെ, ഇബാദത്തിന്റെ, സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളെ പങ്കാളിയാക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവർക്കെല്ലാം അതിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുകയാണ്. വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, ആകെ ഒരു ഫാത്തിഹോതും അല്ലെങ്കിൽ ഒരു യാസീനോതും അത് മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ റസൂലുള്ളാഹി വരെയുള്ള മുഴുവൻ അമ്പിയാ മുസ്ലിങ്ങൾക്കും, പിന്നെ ബദരീങ്ങൾക്കും, പിന്നെ ഉഹദീങ്ങൾക്കും, സഹാബത്തിനും, കഴിഞ്ഞുപോയ മുഴുവൻ മുസ്ലിങ്ങൾക്കും കൊടുക്കണേ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഫാത്തിഹയുടെ കൂലിയില്ല. ഇതാ ഉണ്ടാകാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇത് പറഞ്ഞു പോകുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. നമ്മളാരും അത് ചുരുക്കിക്കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ എനിക്കും മുഹമ്മദിനും നീ ഗുണം ചെയ്യണം, കാരുണ്യം ചെയ്യണം എന്ന് പറഞ്ഞവൻ ചുരുക്കിക്കളഞ്ഞു പോയി. അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ മുസ്ലിമീങ്ങൾക്ക് കൂടി പ്രിയപ്പെട്ടവരെ പങ്കാളിത്തം ഉണ്ടാകണം. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. 3 കാര്യങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു. 2 കാര്യങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ 3 സ്ഥലങ്ങളിലാണ് അല്ലാഹു അവതരിപ്പിച്ചത്. ആ 2 കാര്യങ്ങളെ വേർതിരിച്ചുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ, വേർതിരിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവന്റെ ആ പ്രവൃത്തിയെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹുവിനെ വഴിപ്പെടണമെന്ന് പറഞ്ഞ് വിശുദ്ധമായ ഖുർആൻ നബിതങ്ങളെയും വഴിപ്പെടണമെന്ന് പറയുകയാണ്. ഒരാൾ അല്ലാഹുവിനെ വഴിപ്പെട്ടു, നബിതങ്ങളെ വഴിപ്പെടാൻ അയാൾ വിസമ്മതിച്ചു, അദ്ദേഹത്തിന്റെ ജീവിതം അല്ലാഹുവിൽ സ്വീകാര്യമല്ല. ശാരീരികമായി ചെയ്യേണ്ട കർമ്മമാണ് നിസ്കാരം. അതിനോടൊന്നിച്ച് അല്ലാഹു പറഞ്ഞത് സാമ്പത്തികമായ സക്കാത്തിനെ കുറിച്ചാണ്. ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നില്ല, അവന്റെ പ്രവർത്തനം അല്ലാഹുവിൽ പൂർണ്ണമല്ല. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ നിസ്കരിക്കാൻ അയാൾ സന്നദ്ധനല്ല, എങ്കിലും അദ്ദേഹത്തിന്റെ ഇബാദത്ത് പൂർണ്ണമല്ലെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ولا تشركوا به شيئا وبالوالدين إحسانا.
ഇബ്നു അബ്ബാസ് പറയുന്നു, രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് ഖുർആനിൽ പറഞ്ഞ മൂന്നാമത്തെ സ്ഥലമാണ്. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ അതേ ആയത്തിൽ തന്നെ പിന്നീട് അല്ലാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നാണ്. അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട്, മാതാവിനോട് പ്രിയപ്പെട്ടവരെ ദയയില്ല, മാതാവിനോട് വാത്സല്യമില്ല, മാതാവിനോട് കാരുണ്യമില്ല, മാതാവിനോട് സ്നേഹമില്ല, മാതാവിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ആ മാതാവ് എങ്ങനെയാണ് വീട്ടിൽ കഴിയുന്നത്, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, മരുന്ന് വാങ്ങുന്നുണ്ടോ, യാത്ര പോകാൻ വാഹനമുണ്ടോ, ആവശ്യങ്ങൾ എന്തെങ്കിലും നിർവഹിച്ചു കൊടുക്കാൻ എന്റെ ഭാഗത്തു നിന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് മാതാവിന്റെയും പിതാവിന്റെയും കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ, പ്രിയപ്പെട്ടവരെ, അവരെയും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ സുദീർഘമായി പറയുന്നില്ല, നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എവിടെയും എത്തൂല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നാം എത്രത്തോളം മഹാന്മാരായ ഉലമാവ് പറയുന്നു, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾക്ക് കൂടി ആ ദുആയിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അവൻ അല്ലാഹുവിനെ അവഗണിച്ചവനാണ്. കാരണം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നത് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 10 കാര്യങ്ങളിൽ ഒരാൾ ചെയ്യാതിരുന്നാൽ അവൻ ദീനിനെ അവഗണിച്ചവനാണ്, അല്ലാഹുവിനെ അവഗണിച്ചവനാണ്, റസൂലിനെ അവഗണിച്ചവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കാര്യം റജുലുൻ യഖറഉൽ ഖുർആന വലാ യഖറഉ ഫീ കുല്ലി യൗമിൻ 100 ആയ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഒരു 100 ആയത്ത് ഒരു ദിവസം ഓതാൻ അയാൾക്ക് സമയം കിട്ടുന്നില്ല, അയാൾ സമയം കണ്ടെത്തുന്നില്ല. ഖുർആനിൽ നിന്ന് ഒരു 100 ആയത്തെങ്കിലും ഒരു ദിവസം ഓതാൻ സമയം കണ്ടെത്താത്ത മനുഷ്യൻ ദീനിനെ അവഗണിച്ചവനാണ്, അല്ലാഹുവിനെ അവഗണിച്ചവനാണ്, നബിതങ്ങളെ അവഗണിച്ചവനാണെന്ന് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഇത് നമുക്ക് പാലിക്കാൻ പ്രിയപ്പെട്ടവരെ വളരെ നിഷ്പ്രയാസം നമുക്ക് കഴിയും. ഒരു ദിവസം ഒരു ഫാത്തിഹ, ഒരു യാസീൻ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹയിൽ 7 ആയത്താണ്, യാസീനിൽ 83 ആയത്തുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് അതിൽ 4 ആയത്തുണ്ട്, ഫലക്കിൽ 5 ആയത്തുണ്ട്, നാസിൽ 6 ആയത്തുണ്ട്. അപ്പൊ 9 ഉം 6 ഉം 15, 7 ഉം 83 ഉം 90. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമുക്ക് 105 ആയത്തുകളെ ഓതാൻ നമുക്ക് അവസരം ലഭിക്കും. ഫാത്തിഹയും അതുപോലെ യാസീൻ, സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതിയാൽ മതി. ഇങ്ങനെ ഒരു 100 ആയത്തെങ്കിലും ഒരു ദിവസം ഓതാത്ത മനുഷ്യൻ അവൻ ഖുർആനിനെ അവഗണിച്ചവനാണ്, ദീനിനെ അവഗണിച്ചവനാണ്, എന്നെയും അല്ലാഹുവിനെയും അവഗണിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മൂന്നാമതായി നബി തങ്ങൾ പറഞ്ഞു, റജുലുൻ ദഖലൽ മസ്ജിദ വഖറജ വലം യുസല്ലി റക്അതൈൻ. ഒരാൾ പള്ളിയിൽ കയറി വന്നിട്ട് തഹയ്യത്തുൽ നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കുന്ന ആള്, പ്രിയപ്പെട്ടവരെ, അവൻ ദീനിനെ അവഗണിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പള്ളിയിൽ കയറി വന്നാൽ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹയ്യത്ത് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു. അയാൾ തഹയ്യത്ത് നിസ്കരിക്കാതെ ഇരുന്നു പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ഖുതുബയിൽ ചോദിച്ചു, നിങ്ങൾ തഹയ്യത്ത് നിസ്കരിച്ചോ എന്ന്. അത് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ ഓടുന്ന ആൾക്കും അത് കേൾക്കുന്ന ഓഡിയൻസിനും അറബി അറിയുമായിരുന്നു. നമ്മൾ മലയാളികളല്ലേ, അതുകൊണ്ട് മലയാളത്തിൽ ഖുതുബയോടുണ്ട് എന്ന് വിചാരിച്ചാൽ അത് നടപ്പിലാവുകയില്ല. കാരണം ഇസ്ലാമിന് ഒരു ഔദ്യോഗിക ഭാഷയുണ്ട്, ഖുതുബക്ക് ഒരു ഭാഷയുണ്ട്, അത് വിശുദ്ധമായ അറബിയാണ്. പ്രിയപ്പെട്ടവരെ, ആ അറബി നമ്മൾ പഠിക്കുക എന്നല്ലാതെ നമുക്കനുസരിച്ച് നിസ്കാരത്തിന്റെയും ഖുതുബയുടെയും ഭാഷ മാറ്റാൻ വന്നാൽ എത്ര ഭാഷകൾ ലോകത്തുണ്ടാകും? ആരാധനകൾക്കുള്ള ഭാഷ ഒരേ ഒരു ഭാഷയാണ്, അത് മുസ്ലിങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ്.
കോടതിയിൽ വാദങ്ങൾ നടക്കുന്നു, അത് ഇംഗ്ലീഷിലാണ്, ഞാൻ മലയാളിയാണ്. എന്നിട്ട് എന്റെ ഭാഷക്കനുസരിച്ച് എന്തുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഒന്നേ ഉള്ളൂ, പ്രിയപ്പെട്ടവരെ, കോടതിയുടെ ഭാഷ ഇംഗ്ലീഷാണ്. ഇതുപോലെ ആരാധനക്കൊരു ഭാഷയുണ്ട്, അത് അറബി ഭാഷയാണ്, നമ്മൾ പഠിക്കണം. ിലേക്ക് ഖതീബ് കയറി കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ട ഒരേ ഒരു നിസ്കാരം അത് തഹയ്യത്ത് മാത്രമാണ്, അല്ലാത്ത ഒരു നിസ്കാരവും പാടില്ല. എങ്ങനെ? മിമ്പറയിലേക്ക് ഇമാമ് കയറിക്കഴിഞ്ഞാൽ, ഖതീബ് കയറിക്കഴിഞ്ഞാൽ പിന്നെ തഹയ്യത്തല്ലാത്ത ഒരു നിസ്കാരവും പിന്നെ നിസ്കരിക്കാൻ പാടില്ല. അയാൾ സുബഹി ഖളാഉള്ള ആളായിരിക്കും, വേണമെങ്കിൽ അദ്ദേഹത്തിന് സുബഹിയോടൊപ്പം തഹയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാം, അതിന് കുഴപ്പമില്ല. പള്ളിയിൽ ഇങ്ങനെ കയറി വരുമ്പോ ദുഹർ നിസ്കാരം നടക്കുകയാണ്, അയാൾക്ക് തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തഹയ്യത്തിനോടൊപ്പം ദുഹർ നിസ്കാരം 4 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ അതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന മസലയായിരിക്കും, ബോധപൂർവം തന്നെയാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറി വന്നാൽ 4 റക്അത്ത് വരെ തഹയ്യത്ത് നിസ്കാരം നമുക്ക് നിസ്കരിക്കാം. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ തഹയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് നിർവാഹമില്ല, കാരണം അവിടെ ജമാഅത്ത് നിർവഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിയ്യത്ത് വെക്കണം, തഹയ്യത്തോടുകൂടെ 4 റക്അത്ത് ദുഹർ നിസ്കാരം ഇമാമോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ ഫർദിനോടൊപ്പം തഹയ്യത്തും നമുക്ക് ലഭ്യമാവുകയാണ്. സുബഹി നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ ജുമാക്ക് വന്നു, പ്രിയപ്പെട്ടവരെ, എങ്കിൽ ആ മനുഷ്യന് തഹയ്യത്തിനോടൊപ്പം സുബഹി നിസ്കാരത്തെ ഖളാഉ, അല്ലാതെ മിമ്പറിലേക്ക് ഖതീബ് കയറിയതിന് ശേഷം സുബഹി നിസ്കാരം പോലും സ്വന്തമായി നിർവഹിക്കാൻ പാടില്ല. അത്രയും പ്രാധാന്യമുള്ള തഹയ്യത്ത് അത് പള്ളിയിൽ കയറുമ്പോൾ നിർവഹിക്കേണ്ട നിസ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പള്ളിയിൽ കയറുമ്പോൾ തഹയ്യത്ത് ഒഴിവാക്കുക, അത് ദീനിനോടുള്ള അവഗണനയാണ്, അത് എന്നോടുള്ള അവഗണനയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 4-ാമത്തേതായ റസൂൽ പറയുന്നത്, റജുലുൻ യമറു അലൽ മഖാബിരി വലം യുസല്ലി അലൈഹിം വലം യദ്ഉ ലഹും. അതാ ശ്മശാന ഭൂമിയിലൂടെ നടന്നു പോവുകയാണ്, അവിടെ ഒരുപാട് മുസ്ലിമീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, എങ്കിൽ അവരോട് സലാം പറയാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ നടന്നു പോകുന്നത് ദീനിനോടുള്ള അവഗണനയാണെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് പറയുന്ന സലാമുണ്ടല്ലോ, അത് തന്നെ വലിയ ഒരു പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ ഫുഖഹാ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, ഞങ്ങൾക്കും അതുപോലെ സ്വാലിഹീങ്ങളായ മുഴുവൻ ആളുകൾക്കും, നിന്റെ അടിമകളായ സജ്ജനങ്ങളായ ആരൊക്കെയുണ്ടോ അതിൽ ജിന്നും അതിൽ ഇൻസും അതിൽ മലായികത്തും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ സലാം പറഞ്ഞാൽ ലോകത്തുള്ളവർക്കെല്ലാം ആ സലാമിന്റെ ഗുണമെത്തുകയും ആ സലാം അവരുടെ ആത്മാക്കൾ കേൾക്കുകയും ആ സലാമിന്റെ റിട്ടൺ സലാം ആ മനുഷ്യനെ വിജയിക്കാൻ കാരണമാവുകയും ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുകയാണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും സമ്പൂർണ്ണമായ സലാം പറഞ്ഞുകൊണ്ടാണ് അത്തഹിയ്യാത്തിനെ നമ്മൾ വിരമിക്കുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നിസ്കരിക്കുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും നമ്മൾ സലാം പറയുകയാണ്, നമുക്ക് വേണ്ടി സലാം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സലാം പറയുകയാണ്. അത് ചെറിയ സലാമല്ല, ഏറ്റവും സമ്പൂർണ്ണമായ സലാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന് 10 കൂലിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ അതിന് 20 കൂലിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന് 30 കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ സമ്പൂർണ്ണമായ സലാം പറഞ്ഞുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ നിസ്കാരം അവസാനിപ്പിക്കുന്നതെങ്കിൽ ഇതുപോലെ
ഓരോ ശ്മശാന ഭൂമിയിലൂടെ നടന്നു പോകുമ്പോഴും ആ കബറാളികൾക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ സലാം പറയണം. നമ്മുടെ പിതാവിന് വേണ്ടി ദുആ ചെയ്യുമ്പോ പഠിച്ചവനെ ഞാൻ ഓതിയ ഫാത്തിഹയുടെ ഇഖ്ലാസിന്റെ മുഅബ്ബിദത്തൈനിയുടെ യാസീനിന്റെ പ്രതിഫലത്തെ എന്റെ പിതാവിന്റെ റൂഹിലേക്ക്, എന്റെ മാതാവിന്റെ ആത്മാവിലേക്ക്, എന്റെ ഈ കബറാളികളായി ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും അർവാഹുകളിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നമ്മുടെ ഒരു ദുആക്ക് വേണ്ടി അവർ കാതോർത്ത് നിൽക്കുകയാണ്. ഓരോ വെള്ളിയാഴ്ചയും മകന് വന്ന് അവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ ആ വരാനായ സമയം നോക്കി മാതാവും പിതാവും പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, 11 ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്തിട്ട് ആ ഖബറാളികൾക്ക് മൊത്തമായി ഹദിയ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ അവർക്ക് എത്രയോ പാപങ്ങൾ പൊറുക്കാനും ദർജകൾ ഉയരാനും അത് കാരണമാകുമെന്നും അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. യാസീൻ സൂറത്ത് പാരായണം ചെയ്താലോ പിന്നെ പറയണ്ട, അതിന്റെ പ്രതിഫലം വളരെ ഏറെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ മാതാവിനെയും പിതാവിനെയും സിയാറത്ത് ചെയ്യുന്നതോടൊപ്പം കൂടെയുള്ള ആളുകൾക്ക് കൂടി അതിന്റെ പ്രതിഫലത്തെ അധിക ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. പിന്നെയും പറയുന്നു, നബിതങ്ങൾ دخل مدينة فيهم الجمعة ثم خرج ولم يصلي الجمعة. ജുമാ നടക്കുന്ന ഒരു നാട്ടിലൊരാളെ എത്തിപ്പെട്ടിട്ട് ജുമാ നിർവഹിക്കാതെ ആ മനുഷ്യൻ പോവുക എന്നത് പ്രിയപ്പെട്ടവരെ അത് ഈ ദീനിനോട് കാണിക്കുന്ന അവഗണനയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു വെള്ളിയാഴ്ച 6 ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ 3 ജുമാ കാരണമില്ലാതെ ഒഴിവാക്കുന്ന മനുഷ്യനെ ഒരു മുദ്രാൻ ചെയ്യപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്താണ് മുദ്രണം? ഇവൻ കൊള്ളാത്തവനാണ്. കാരണം അവൻ കാരണമില്ലാതെ ജുമാ ഒഴിവാക്കിയവനാണ്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഫജ്ർ വെളിവായതിന് ശേഷം യാത്ര പോകാൻ പാടുണ്ടോ? തന്റെ സുബഹി തന്റെ ജുമാ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് കാണുന്ന അവസ്ഥയിൽ വെള്ളിയാഴ്ച പ്രിയപ്പെട്ടവരെ യാത്ര പോകൽ ഹറാമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വ്യാഴാഴ്ച രാത്രി യാത്ര പോകൽ കറാഹത്താണ്. കാരണം പിറ്റേ ദിവസം ജുമുഅയാണ്. എന്തിനാണ് ഇത്രയേറെ നിയമങ്ങൾ ഇസ്ലാമിലുണ്ടായത്? ജുമുഅന്റെ മാറ്റം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒരിക്കലും മുടങ്ങാൻ പാടില്ല.